ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാനിവിടെ 7 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് കിട്ടും. ഇനി വീണ്ടും ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓരോ ടീസ്പൂണും വെച്ച് ചേർത്ത് കൊടുക്കാം. കൂടാതെ ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ പച്ച ചുവ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളിയും മസാലകളെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ് വേവിച്ചിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഒന്ന് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയും ബീഫൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെയാണ് ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തത്. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുത്ത് മസാലയിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടില്ലെങ്കിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ മസാലയിലോട്ട് യോജിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുപ്പം കൂട്ടിയിട്ടും ചെയ്യാം. ഇതുപോലെ ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ എല്ലാം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പായി ഒരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കാം. എല്ലാം ഒരുമിച്ചിടേണ്ട, ഒരു 4-5 ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് പ്രോസസ്സ് കൂടുതലാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു പലഹാരം തന്നെയാണ് കട്ട്ലേറ്റ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.